കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് വാഹനവും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ഓട്ടോ ഡ്രൈവർ പുങ്ങംചാൽ സ്വദേശി രാജുവാണ് മരിച്ചത്. വനിതാ SIക്ക് പരുക്കേറ്റു. പ്രദീപ് നാരായണനോട് കാസർഗോഡ് വിവരങ്ങളുമായി. പ്രദീപ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ. അതായത് ഇന്ന് വൈകുന്നേരം 7:30 കൂടിയാണ് വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിക്ക് സമീപം ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. ഈ അപകടത്തിൽ പോലീസ് വാഹനവും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വെള്ളരിക്കുണ്ട് പുങ്ങഞ്ചാൽ കൊടിയംകുണ്ട് ഉന്നതിയിലെ C രാജു എന്ന ഓട്ടോ ഡ്രൈവറാണ് മരിച്ചത്. ഓട്ടോ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഓട്ടോ വെട്ടിപ്പൊളിച്ചാണ് ഈ രാജുവിനെ പുറത്തെടുത്തത്. അതേസമയം പോലീസ് വാഹനം അമിത വേഗത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ഭാഷ്യം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഒരു സ്കൂട്ടറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് പോലീസ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അപകടത്തിൽ ഒരു പോലീസുകാരിക്ക്, വനിതാ ASIക്ക് കൂടി പരിക്കേറ്റുണ്ട്. വനിതാ ASI കൗശല്യയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും 7:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അതായത് ഈ ഓട്ടോറിക്ഷയിൽ മറ്റ് യാത്രക്കാരുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരന്റെ റിട്ടയർമെന്റ് പരിപാടിക്ക് പോവുകയായിരുന്നു ഈ ഒരു ഗൂർഖ വാഹനത്തിൽ പോലീസുകാർ. ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ഒരു സമാന്തര പ്രദീപ്, അതായത് പോലീസ് വാഹനം അമിത വേഗത്തിലായിരുന്നോ? അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് വാഹനം അമിത വേഗത്തിലായിരുന്നു നാട്ടുകാർ പറയുന്നുണ്ട്. അതേസമയം പോലീസിന്റെ ഭാഷ്യം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഒരു സ്കൂട്ടറിലിടിക്കുകയും നിയന്ത്രണം വിട്ട് പോലീസ് വാഹനം ഇടിക്കുകയുമായിരുന്നു എന്നാണ്. എന്തായാലും ഈ അപകടത്തിൽ വലിയൊരു ആഘാതം ഈ ഓട്ടോറിക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുകയായിരുന്നു. ഓട്ടോറിക്ഷ വെട്ടിപ്പൊളിച്ചാണ് ഓട്ടോ ഡ്രൈവർ രാജുവിനെ പുറത്തെടുത്തത്. അപ്പോഴേക്കും ഈ ഓട്ടോ ഡ്രൈവർ മരിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. തീർച്ചയായും അങ്ങനെ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നുവെങ്കിൽ തീർച്ചയായും നാട്ടുകാർ സൂചിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഈ വാഹനം പോലീസ് വാഹനം അമിത വേഗത്തിലാവാനാണ് സാധ്യത. എന്തായാലും നമുക്ക് വരുന്ന മണിക്കൂറുകളിലൊക്കെ വ്യക്തമാകും. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.